ഹലോ എല്ലാവർക്കും ഫാൻറ്റസി വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കും പെയിൻറ്റും ബ്രഷൊക്കെ കൊണ്ടുവന്ന് എന്തുവാ പരിപാടിയെന്ന്. വേറൊന്നുമല്ല, നമുക്ക് ഓണമൊക്കെ തുടങ്ങുമല്ലോ. ഇപ്പോൾ കുറച്ച് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒരു പഴയ ക്ലോത്തിനകത്ത് ചെറിയൊരു ലോട്ടസിൻ്റെ പിക്ചർ വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ചോക്ക് വെച്ചിട്ട് ഞാൻ റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് കളറാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്ക് റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ലോട്ടസിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാനൊരു പ്രത്യേകിച്ച് പിക്കൊന്നും വെച്ചിട്ടല്ല, എൻ്റെ മനസ്സിലൊരു ഊഹം വെച്ചിട്ട് ഞാനങ്ങ് ചെയ്തതേ ഉള്ളൂ. കുറേ ഒരു 5 വർഷത്തോളമായി ഞാൻ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട്. ഇടയ്ക്ക് 1-2 വർക്കുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ചെയ്തു കൊടുത്തു. അപ്പം എത്രത്തോളം പെർഫെക്ഷൻ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഫില്ല് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു ലോട്ടസിൻ്റെയൊക്കെ പിക്ചറായിട്ടുണ്ട്. അപ്പം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വർക്കൊന്നും കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെ ഞാനിപ്പം എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീട്ടിലിരിക്കുമല്ലേ, മോനും ഉണ്ട്. അപ്പോൾ അവൻ ഉറങ്ങുന്ന ടൈമിലൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യം ഇതുപോലൊരു ഞാൻ ചെറിയൊരു ക്ലോത്തിനകത്ത് എന്തായാലും വരച്ച് നോക്കിയതാണ്. ഇനിയിപ്പോൾ മക്കൾക്ക് ഓണത്തിൻ്റെ ടൈമിൽ പട്ടുപാവാടയൊക്കെ തയ്ച്ച് കൊടുത്തു വിടണം. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ വർക്ക് എന്തായാലും വീഡിയോ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ലോട്ടസിൻ്റെ തണ്ടുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ എത്രത്തോളം പെർഫെക്ഷൻ ആയെന്ന് എനിക്കറിയത്തില്ല. നമുക്കിങ്ങനെ പിക്ചറിൽ കാണുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇലയെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഇലയുടെ ഇതളുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ആ ഒരു സംഭവത്തിന് ഒന്ന് ഡീറ്റെയിലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറുപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പിക്ചറിൻ്റെ ഔട്ട്ലുക്കും ഫൈനൽ ലുക്ക്. അപ്പോൾ എത്രത്തോളം പെർഫെക്ഷൻ ആയെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിക്ചർ ഇതെങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, നന്നായിട്ടുണ്ടോ എന്നൊക്കെ. നമുക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഞാൻ വരച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ടൊക്കെ വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം ഓണമൊക്കെ വരെയല്ലേ, ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള പഴയ ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് മെനക്കെട്ട പരിപാടിയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കഴിവുകളെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കും.